ജീവന്റെ സസ്യഭാവങ്ങൾ. സസ്യജീവനുകൾ അവയുടെ പ്രത്യുൽപാദനം നടത്തുന്നതിന് യോജ്യമായ വിധത്തിലുള്ള ഫലങ്ങളും വിത്തുകളും ജനിപ്പിക്കുന്നതിന് യോഗ്യമായി കഴിഞ്ഞും ശാരീരികമായ വളർച്ച തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഒരു സസ്യത്തിൽ നിന്ന് പ്രത്യുൽപാദനതരമായി വിത്തുകൾ ജനിക്കുന്നുവെങ്കിലും ആ വിത്തുകളിൽ ഒന്നിനെപ്പോലും മറ്റൊരു സസ്യമാക്കി വളർത്തുന്നതിന് വേണ്ടി യാതൊന്നും ചെയ്യാൻ കഴിവില്ലാത്ത സസ്യജീവൻ അതിൻ്റെ പരമ്പരകളെ വളർത്തി എടുക്കുന്നതിനായി വിനിയോഗിക്കേണ്ടുന്ന ഊർജവും സ്വശരീര വളർച്ചയ്ക്കായി തന്നെ പ്രയോജനപ്പെടുത്തി തുടർന്നും വളർന്നുകൊണ്ടിരിക്കുന്നു. ഇപ്രകാരം ചിന്തയും ബുദ്ധിയുമായി മറ്റു ജീവനുകളെ സ്വാധീനിച്ചു നിൽക്കുന്ന പ്രവർത്തനങ്ങൾ അല്പമായെങ്കിലും ഉണ്ടാവാത്ത പക്ഷം ഒരു ജീവശരീരം മരണം വരെ വളർന്നുകൊണ്ടിരിക്കുന്നുവെന്ന പ്രകൃതിഭാവത്തിലേക്കാണ് ചെന്നെത്താൻ കഴിയുക. ജന്തുജീവൻ വെളിച്ചവും ശബ്ദവും മറ്റുമായ അനുഭവ നിരവധികളിലൂടെയും പ്രവൃത്തികളിലൂടെയും പ്രകൃതിയുടെ ശേഷി അധികമായി ആവാഹിച്ചിരിക്കുന്നതുകൊണ്ട് പ്രകൃതിയുടെ തനത് സ്വഭാവത്തിൽ പ്രവർത്തിക്കുന്നതിന് പ്രാപ്തി ഉള്ളതായി തീരുകയും അങ്ങനെ തന്നെ ആയിരിക്കാൻ നിർബന്ധിതമായി തീരുകയും ചെയ്യുന്നു. ഇവിധം പ്രകൃതിക്ക് സാധിക്കുന്നതുപോലെ തന്നെ പുതുതായി ജനിപ്പിക്കുന്നതിനും വളർത്തിയെടുക്കുന്നതിനും പ്രാപ്തിയാർജിക്കുന്ന ജന്തുക്കളുടെ പ്രായപൂർത്തി ആയതിനു ശേഷമുള്ള വളർച്ചയ്ക്ക് വേണ്ട ഊർജം ജീവന്റെ പുനഃസൃഷ്ടിക്കും വളർച്ചയ്ക്കുമായി സംരക്ഷണശേഷി എന്ന വൈഭവത്തിലൂടെ പ്രയോജനപ്പെടുത്തുന്നതായി വരുന്നു. ജനിക്കുന്നതും വളരുന്നതുമായ കുഞ്ഞുങ്ങളാകട്ടെ മാതൃ-പിതൃ ശരീരങ്ങളിൽ നിന്ന് പുറപ്പെട്ടതും അവയുടെ തന്നെ ഭാഗവും വളർച്ചയും എന്നതുതന്നെയും ആകുന്നു. മാതൃ-പിതൃജീവനുകളുടെ തുടർവികാസമായി കുഞ്ഞുങ്ങൾ വളരുന്നതിൽ നിന്ന് കാണാനാവുക മാതൃ-പിതൃജീവനുകൾ സസ്യങ്ങളിലെ ആൺപെൺ പുഷ്പങ്ങളും കുഞ്ഞുങ്ങൾ വിത്തുകളും അവയുടെ വികാസവും എന്നതുപോലെ വളരുന്നു എന്നാണ്. ജന്തുക്കളുടെ കുഞ്ഞുങ്ങളുടെ സ്ഥാനത്ത് സസ്യങ്ങളിൽ മാതൃജീവനായ സസ്യത്താൽ സംരക്ഷിക്കപ്പെടാത്ത കുഞ്ഞുങ്ങൾ നിലനിൽക്കുന്നുവെന്നും പ്രവർത്തനോർജത്തിന്റെ മുന്തിയ ശേഷി നിമിത്തം പ്രകൃതിയുടെ കഴിവിനെ അത്രത്തോളമായി ആവാഹിച്ച് ജന്തുക്കളിൽ കുഞ്ഞുങ്ങളുടെ സംരക്ഷണമായി പരിവർത്തനം ചെയ്യപ്പെടുന്നു എന്നുമാണ് കാണാനാവുക. ആൺപെൺ ജീവികൾ യഥാർത്ഥത്തിൽ ഒന്നു തന്നെയും പ്രത്യക്ഷത്തിൽ രണ്ടുമായി കാണാനാവുന്നു എന്നതുപോലെ കുഞ്ഞുങ്ങളെയും സ്വശരീരത്തിൽ നിന്ന് ഭിന്നമായി മറ്റൊന്നായി കാണാൻ മാത്രമേ സൂക്ഷ്മമായ ജീവനെ കണ്ടെത്താൻ പറ്റാത്തതുകൊണ്ട് സാധ്യമാവുന്നുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം. പ്രപഞ്ചം അതിൻ്റെ സ്വയമായ വികാസം സാധിച്ചെടുത്തത് സങ്കല്പത്തിലൂടെയും അതിൻ്റേതായ ചലനത്തിലൂടെയും കൃത്യതയിലൂടെയും ആയിരുന്നു. നിലനിൽപ്പുകളുടെയും പ്രവർത്തനങ്ങളുടെയും കൃത്യതയാകട്ടെ ആകർഷണ ശക്തിവിശേഷം എന്ന നിയന്ത്രണ സംവിധാനത്തിൻ്റെ സൃഷ്ടിയുമായി വികാസം പ്രാപിക്കുകയും ചെയ്തു. ഇവിധം കൃത്യതയിൽ അധിഷ്ഠിതമായ പ്രവർത്തനങ്ങളോടെ നിലകൊള്ളുന്ന സൗരയൂഥ ഗോളങ്ങളാണ് ജീവികളെ ജനിപ്പിക്കുന്നതിനും വളർത്തി വികാസം പ്രാപിപ്പിക്കുന്നതിനുമായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്ന പ്രാപഞ്ചികമായ മാധ്യമങ്ങൾ എന്നത്. ചലിക്കുന്നതും സ്വയം പ്രവർത്തിക്കുന്നതുമായ ജന്തുജാലങ്ങൾ മാത്രമേ പ്രകൃതിയുടെ അതേ രീതിയിൽ സൃഷ്ടികാരണതരമായി സ്വയം പ്രവർത്തിക്കാൻ പ്രാപ്തമാവുന്നുള്ളൂ എന്ന കാരണത്താൽ ആ പ്രാപ്തിയിൽ എത്തുമ്പോഴേക്കും ജീവന്റെ ശാരീരികമായ വികാസത്തിൻ്റെ ആവശ്യകത തീരുന്നതായി വരുന്നു. എന്നാൽ സസ്യജാലങ്ങളിൽപ്പെടുന്ന ജീവനുകൾക്ക് ജന്തുജാലങ്ങളെപ്പോലെ സ്വയം പ്രവർത്തനശേഷി ഉള്ളതായി തീർന്ന് അവയിലടങ്ങിയിരിക്കുന്ന പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും സൂര്യനും ചന്ദ്രനും ഭൂമിയും എന്ന പോലെ സ്വയമായി ഉപയോഗപ്പെടുത്താൻ കഴിയാതിരിക്കുന്നതുകൊണ്ട് സസ്യജന്മം എന്നത് ജന്തുക്കളുമായുള്ള താരതമ്യത്തിൽ ലക്ഷ്യത്തിലെത്താത്ത പ്രവർത്തനമായി നിലകൊള്ളുകയും ചെയ്യുന്നു.
ജന്തുക്കളെ അപേക്ഷിച്ച് വലുപ്പവും ഊർജ നിക്ഷേപവും അധികമായുള്ള സസ്യശരീരങ്ങൾ പ്രകാശ സംഭരണത്തിനായി മിക്കവാറും സൂര്യാഭിമുഖമായ ഭാഗം മുഴുവനായി തന്നെ ഉപയോഗപ്പെടുത്തുന്നു. സസ്യശരീരത്തിൻ്റെ ബാഹ്യരൂപത്തിൽ ഏറ്റവും അധികമായി സംവേദനക്ഷമമായ ഭാഗം എന്ന് പറയാവുന്ന വിധത്തിൽ ഇലകൾ വളർന്നു നിൽക്കുന്നു. ഇലഞ്ഞെട്ട് തണ്ടിനോട് ചേരുന്ന ഭാഗം പ്രകാശതരമായ വികാസം പ്രാപിച്ച് ശേഷിയാർജിക്കുന്നതായി കാണാനാവുകയും ചെയ്യുന്നു. സസ്യശരീരത്തിൽ ഇലഞ്ഞെട്ട് തണ്ടിനോട് ചേരുന്ന ഭാഗത്തിൻ്റെ മൊത്തമായ പ്രവർത്തനം എന്നത് പരിണാമത്താൽ വിഭജിതമാവുന്നതിനു മുമ്പുള്ള ജന്തുശരീരത്തിൻ്റെ സംവേദന കേന്ദ്രവും പിന്നീട് പ്രത്യുൽപാദന അവയവവും ആയിത്തീർന്ന ഭാഗത്തിൻ്റെ ശേഷിക്കു തുല്യമായ സസ്യജന്യ പ്രവർത്തന വൈഭവമായി നിലകൊള്ളുന്നു. ഇങ്ങനെ ഊർജവും അറിവാകുന്ന സംവേദനക്ഷമതയും പ്രകൃതിയിൽ നിന്ന് നേടുന്നതിന് ശേഷിയാർജിച്ചിരിക്കുന്നു എങ്കിലും ചലനതരമായ വൈഭവക്കുറവ് നിമിത്തം ലിംഗവ്യതിയാനം ജന്തുക്കളിൽ എന്ന പോലെ സാധ്യമാവാതിരുന്നതുകൊണ്ട് സസ്യങ്ങളുടെ ആൺപെൺ ശേഷി വൈവിധ്യമായി നിലകൊള്ളുന്ന അവസ്ഥ പ്രധാന ഭാഗമെന്ന് വിളിക്കാവുന്ന തടിയിൽ ഇലകൾ പ്രകാശ ഊർജത്തെ എത്തിക്കുന്നിടത്ത് കേന്ദ്രീകരിക്കുന്നതായി വരുന്നു. ഭൂമിയുടെ ജൈവാനുകൂല സംഭരിതാവസ്ഥയിൽ പ്രകാശം പതിച്ച് പരിപാകമായ അതേ അനുഭവം തന്നെ ജന്തുക്കളിൽ എന്ന പോലെ സസ്യങ്ങളിലും സംഭവിക്കുന്നു. ജന്തുക്കളിൽ സംഭരിതമായ പ്രകാശ സൂക്ഷ്മതയും ആകർഷണ ബലവും നടപ്പാക്കുന്ന ആൺപെൺ വൈവിധ്യം പോലെ തന്നെ സസ്യത്തിലും അടങ്ങിയിരിക്കുന്ന സൃഷ്ടിക്ക് ഉതകുന്ന ഈ ഗുണവൈവിധ്യങ്ങൾ മിക്കപ്പോഴും ആണും പെണ്ണും എന്ന വ്യക്തതയോടെ പ്രവർത്തനനിരതം ആയിത്തീരുന്നു. സസ്യജീവനിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഭൗമ ചാന്ദ്രവിശേഷങ്ങൾ പ്രവർത്തനനിരതമാവുന്നതിലൂടെ ആൺപൂക്കളും പെൺപൂക്കളും പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നു. പൂക്കളിലെ ആൺപെൺ വ്യത്യസ്തത എന്നത് ഒരേ ചെടി എന്ന ജീവരൂപത്തിൽ തന്നെ ചന്ദ്രൻ്റെയും ഭൂമിയുടെയും സൂക്ഷ്മ ഗുണവിശേഷങ്ങൾക്ക് വ്യത്യസ്തതയോടെ നിക്ഷിപ്തമായി നിലനിൽക്കാനുള്ള ശേഷിയെ കാണിക്കുന്നു. അറിവ് എന്ന് വിളിക്കാവുന്ന തരത്തിലുള്ള പ്രകാശത്തിൻ്റെ സംഭരിതാവസ്ഥയും പ്രകൃതി എന്ന അനുഭവ വൈവിധ്യങ്ങളും അതിനൊത്ത പ്രവർത്തനശേഷിയും അനിവാര്യമായ അളവിൽ ജീവനിൽ നിക്ഷിപ്തമാവാതിരിക്കുന്നത് കാരണമായി ആൺപെൺ സംഗമം എന്ന ഭൗമചന്ദ്രന്മാരുടെ തനതു സ്വഭാവമായ പോസിറ്റീവ് നെഗറ്റീവ് ചാർജുകളുടെ സംഗമം സ്വമേധയാ നടപ്പാക്കുന്നതിന് സസ്യജീവന് സാധ്യമാവാതിരിക്കുന്നു. വ്യക്തതയോടെ ആൺപെൺ സ്വഭാവം പേറുന്ന പുഷ്പങ്ങളിലൂടെ വ്യക്തമാവുന്ന യാഥാർത്ഥ്യം സസ്യമായാലും ജന്തുവായാലും പ്രത്യുൽപാദനപരമായ ജീവവൈഭവം അതിൻ്റെ യോഗ്യത എന്ന നിലയിൽ ജീവരൂപത്തിൻ്റെ ബാഹ്യാവസ്ഥയിൽ വെളിവാക്കുന്നു എന്നാണ്. ജന്തുക്കളും സസ്യങ്ങളുമായ ജീവപ്രവർത്തനങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുന്ന സകലവിധ ഗുണങ്ങളും ചേരുന്ന വൈഭവമായി പുതുജീവൻ പ്രത്യക്ഷമാവുകയും ചെയ്യുന്നു. ജീവികൾ ഭൗമോപരിതലത്തിൽ പ്രവർത്തിച്ചു നിൽക്കുന്നുവെങ്കിലും അവയത്രയും ഭൂമിയുടെ ഉപരിതലത്തിലെയും ഭൗമാന്തർഭാഗത്തെ നമുക്ക് കാണാനും അറിയാനും അനുഭവിക്കാനുമാവാത്ത സകലവിധ പ്രതിഭാസങ്ങളുടെയും അല്പമായെങ്കിലുമുള്ള സൂക്ഷ്മ സംഗമമാണ്. നാം നിൽക്കുന്നിടത്തു നിന്ന് ഏറെ ദൂരെയുള്ള ഭൂകേന്ദ്രത്തിൻ്റെയും ഭൂകേന്ദ്രം മുതൽ ഉപരിതലം വരെയുള്ള സകലതിൻ്റെയും സ്വാധീനം ജീവനിൽ ഉണ്ടാവാതെ പോകുന്നില്ല. ജീവികൾ ഓരോന്നിലും നടക്കുന്ന പ്രത്യുൽപാദന രീതി കൊണ്ട് തന്നെ കാണാനാവുന്നതുപോലെ വികസിതമാവുന്ന ജീവരൂപങ്ങൾക്ക് സാധാരണഗതിയിൽ പ്രകാശലഭ്യത എന്ന അനിവാര്യത നിമിത്തമായി ഭൗമോപരിതലത്തിൽ അല്ലാതെ വസിക്കാനും ആവുന്നില്ല. ജീവരൂപത്തിന് ഭൗമോപരിതലത്തിൽ വസിക്കുക
അനിവാര്യത ആയിത്തീരുന്നു എന്നതിനാൽ ജീവൻ എന്ന പ്രവർത്തനം ആത്യന്തികമായി പ്രകാശ സൂക്ഷ്മത ഉപയോഗിച്ച് നടപ്പാക്കേണ്ടതും പ്രകാശകാരണ സൂക്ഷ്മതയിൽ എത്തിച്ചേരേണ്ടതും ആകുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ജീവി സ്വയം അറിയുന്നില്ല എങ്കിൽ തന്നെയും ജീവൻ പ്രകാശത്തോട് ആഭിമുഖ്യമുള്ളതും പ്രകാശത്തിൽ നിന്ന് ജനിച്ചതും പ്രകാശം തന്നെയും പ്രകാശത്തിന് കാരണമായതെന്തോ അതും ആകുന്നു.